പ്രാർത്ഥിക്കാം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മെ തൻ്റെ പുത്രനേക്കാൾ അധികം സ്നേഹിച്ച സ്വർഗസ്ഥനായ പിതാവിന് മഹത്വവും പുകഴ്ചയും മാനവും ധനവും ജ്ഞാനവും ഉണ്ടാകുമാറാകട്ടെ. അത്യുന്നത ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പതിവ് പോലെ ഇന്നും ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വീകരിക്കുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മെ ആയുഷ് പര്യന്തം വഴി നടത്തുവാൻ മതിയായ ഒരു ദൈവമാണല്ലോ നമുക്കുള്ളത്. ആ ദൈവത്തിൽ നമുക്ക് പിന്നെയും നമ്മുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കാം. തങ്ങൾ ആശ്രയിക്കുന്നവരെ തൻ്റെ ദയ കൊണ്ട് മൂടി മറയ്ക്കുന്ന ദൈവമാണല്ലോ നമ്മുടെ ദൈവം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് നമ്മുടെ മരുഭൂയാത്ര കഴിപ്പാൻ ദൈവം നമുക്ക് ഇനിയും കൃപ തരുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനങ്ങൾ. നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് ഇനിയും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന അന്ത്യകാല മാനുഷിക ഭരണകൂടത്തെ പറ്റിയുള്ള, ആ ഭരണാധിപനെ പറ്റിയുള്ള ചെറിയ ചിന്തകളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ കഴിച്ചത്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ, പാഠങ്ങൾ നമ്മൾ ഹ്രസ്വമായിട്ട് കണ്ടു. ഇന്നലെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവും കള്ളക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യവും നമ്മൾ നടത്തി. ഈ വിധ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനിയും മനസ്സിലാകാനായിട്ടുണ്ടെങ്കിൽ ദൈവമക്കൾക്ക് ചോദിക്കാം. പക്ഷേ ഈ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കൂടെ ഒരുമിച്ച് തീപ്പൊയ്യിലേക്ക് തള്ളിയിടുമല്ലോ. അപ്പം അവരെ ജീവനോടാണ് തള്ളിയിടുന്നത്. അപ്പൊ അവർക്ക് മരിച്ച ഉയർത്തെഴുന്നേൽപ്പ് അങ്ങനെ ഒരു കാര്യം അവർക്കില്ലേ? അവര് ജീവനോടെ തന്നെ ആയിരിക്കും അവിടെ. അതെ, കർത്താവായ യേശുവിന്റെ വിശുദ്ധന്മാരെല്ലാവരും മരിക്കുന്നില്ല. മരിക്കാതെ രൂപാന്തര ശരീരികളായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ തന്നെ അതിന് നേരെ വിപരീത ദിശയിൽ ഇവരെ രണ്ടുപേരെയും മരിക്കാതെ തന്നെ, ശാരീരികമായി മരിക്കാതെ തന്നെ നരകത്തിലേക്ക്, അല്ലെങ്കിൽ നരകത്തിൽ ജീവിക്കത്തക്ക ശരീരത്തിലാക്കി അവരെ തള്ളുകയാണ്. ഈ ശരീരത്തോടുകൂടെയാണെങ്കിൽ അവര് അങ്ങ് നരകത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ സ്വാഹ തീരും. പിന്നെ അവർക്കൊന്നും അറിയാനില്ല. എന്നാൽ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നരകത്തിൽ നശിക്കാത്ത ശരീരത്തിലേക്ക് അവരെ ആക്കിക്കൊണ്ടാണ് അവിടേക്ക് തള്ളുന്നത്. അപ്പം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മരണം കാണാതെ രൂപാന്തരപ്പെടുന്ന അതേ പ്രക്രിയ. കാരണം നരകത്തിൽ പോകുന്നവരുടെയും ശരീരം അമർത്യവും അദ്രവത്വവും ഉള്ളതാണ്. ഇല്ലെങ്കിൽ
ചില ദുരുപദേശ സംഘങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ അനിഹിലേഷൻ തിയറി, നരകത്തിൽ പോകുന്നവര് ഇല്ലാതെയായി തീരുന്നു, അവരുടെ ശരീരം നശിച്ചു പോകുന്നു, നരകത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വേദനയും പ്രയാസമേ ഉള്ളൂ, പിന്നെ അവരില്ലാതായി തീരുന്നത് കൊണ്ട് നിത്യനരകം, നിത്യകാലം അവിടെ പീഡ അനുഭവിക്കുക എന്ന ഒരു കാര്യമില്ല എന്ന് ചിലർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെയാകും. എന്നാൽ അങ്ങനെയല്ല, എന്നേക്കും അവർ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ട് നരകത്തിലേക്ക് അവരെ തള്ളുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ അവരുടെ ശരീരത്തെ തീയിൽ വെന്തുപോകാത്തതായി, ഗന്ധകത്തിൽ അഴുകി അലിഞ്ഞു പോകാത്തതായി രൂപാന്തരപ്പെടുത്തി നരകവാസത്തിന്, നിത്യ നരകവാസത്തിന് യോഗ്യമായ ശരീരത്തിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് തന്നെയായിരിക്കും കർത്താവ് അതിലേക്ക് അവരെ തള്ളുന്നത്. അതേ പ്രക്രിയ തന്നെയല്ലേ വിശുദ്ധന്മാരല്ലാത്തവർക്കും ലഭിക്കാൻ പോകുന്നു? വിശുദ്ധന്മാരല്ലാത്തവര്, ശിക്ഷിക്കപ്പെടുന്നവര്, അതെ, ശിക്ഷിക്കപ്പെടുന്നവരിൽ ബാക്കിയുള്ളവരൊക്കെ മരിച്ച് അവരെ ഉയർപ്പിക്കുകയാണ്. അപ്പോൾ ആ ഉയർപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെയുള്ള ശരീരമാണ് ലഭിക്കുന്നത്. എന്നാൽ ജീവനോടെ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന രണ്ടു കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടര് കള്ളക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. രണ്ടാമതൊരു കൂട്ടരെ ഓർമ്മ വരുന്നുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായം വിധിക്കുന്നതാണ്. ആ ന്യായവിധിക്ക് മുമ്പ് തന്നെ മത്തായി 25 പറയുന്ന ആ സിംഹാസനത്തിൽ ആബ്സല്യൂട്ട്ലി അതെ, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സിംഹാസന ന്യായവിധിയിൽ ജാതികളെ ഇടതും വലതുമായിട്ട് തിരിച്ച് ഇടത്തുള്ളവരോട് കർത്താവ് പറയുന്നതും ഇത് തന്നെയാണ്. അവരെയും നേരിട്ട് അവരും ശരീരത്തിൽ മരിക്കുന്നില്ല. ശരീരത്തിൽ മരിക്കാതെ തന്നെ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകപ്പുകയിലേക്ക് തള്ളിയതുപോലെ തന്നെ അവരെയും തള്ളും. അപ്പൊ ഈ രണ്ടു കൂട്ടർ ജീവനോടെ നരകത്തിലേക്ക് തള്ളപ്പെടുന്നവരാണ്. ആ തള്ളുന്ന ആ നിമിഷ നേരം കൊണ്ട് തന്നെ അവരുടെയും ശരീരങ്ങൾ ഈ ജഡദേഹത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട് നരക നിത്യവാസത്തിന് യോഗ്യമായതായി മാറിയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അവരെ നരകത്തിൽ തള്ളിയിട്ട് കാര്യമില്ല. പോകുന്ന വഴിക്ക് തന്നെ ദാനിയേലിന്റെ സ്നേഹിതന്മാരായ 3 എബ്രായ ബാലന്മാരെ പിടിച്ചുകെട്ടി തീച്ചൂളയിലിടാൻ പോയ പടയാളികൾ ആദ്യം മരിച്ചുപോയി എന്ന് കാണുന്നത് പോലെ അങ്ങ് നരകത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഉരുകി ഇല്ലാതെയായിത്തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അവരെ ജീവനോടെ നരകത്തിലേക്ക് തള്ളുമ്പോൾ തന്നെ ഒരു അദ്രവത്വ നരകവാസയോഗ്യമായ ശരീരത്തിലേക്ക് അവർ രൂപാന്തരപ്പെട്ടിരിക്കും. ബാക്കിയുള്ള ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരായിരിക്കും. അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ വലത്തുള്ളവരെന്ന് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരുള്ളവരായിരിക്കും. ഈ പറഞ്ഞ മത്തായി 25 അധ്യായത്തിലെ 34 വാക്യത്തില് അവിടെ ജീവപുസ്തകത്തിലെ പേരല്ലല്ലോ അടിസ്ഥാനം. യഹൂദന്മാരോട്, ഇസ്രയേല്യരോട് മഹാപീഡന കാലത്ത് അവരെങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടുത്തെ അടിസ്ഥാനം ജീവപുസ്തകത്തിലെ പേരല്ല. അതാണ് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായെന്ന് പറയാം.
അതെ, അതും അവരെ പ്രവേശിപ്പിക്കുന്നത് നിത്യരാജ്യത്തിലേക്കല്ല, സഹസ്രാബ്ദ വാഴ്ചയിലേക്കാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുന്നവർ ഇതേ ശരീരത്തിലാണ്. അവർ ദേഹത്തിൽ ജഡശരീരത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് ആ 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ള പ്രവേശനത്തിന് ജീവപുസ്തകത്തിലെ പേര് ബാധകമല്ല. അത് നോക്കിയല്ല അവരെ അതിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ സഭ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവപുസ്തകത്തിൽ ആ പേരിടുന്ന പ്രോസസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അന്തിമ ന്യായവിധിയിൽ ആ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം 1000 ആണ്ട് വാഴ്ചയിലും കർത്താവിനോടുള്ള വിധേയത്വത്തിൽ ജീവിക്കുന്നവരുടെ പേരുകൾ അങ്ങനെ എഴുതപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമകാലത്തും ജീവപുസ്തകത്തിൽ പേരുകൾ എഴുതപ്പെടുമായിരുന്നുവെങ്കിൽ സഹസ്രാബ്ദ കാലത്തും അത് സാധ്യമാണ്. ആരോ എന്താ ചോദിച്ചിരുന്നല്ലോ? ചോദിച്ചോട്ടെ. ഈ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നവരാണ് വലതുഭാഗത്തുള്ളവരും ചുരുക്കം, അല്ലേ? അല്ല, വലതുഭാഗത്തുള്ളവരെയാണ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ അതിൽ. അതും ജാതികളിൽ. യഹൂദന്മാരെ ആ ഒരു കണ്ടീഷൻ ഇല്ല. അന്ന് ഉള്ള ജാതികൾ സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ അടിസ്ഥാനം വലതുവശത്തുള്ളവരാണ്. പക്ഷെ വിശുദ്ധന്മാർക്ക് അവരുടെ പ്രതിഫലവും തേജസ്സും എല്ലാം വ്യത്യസ്തമായ നിലയിലാണല്ലോ. പക്ഷെ നരകത്തിലുള്ളവർക്കെല്ലാം ഉള്ള ദണ്ഡന ഒരേപോലെയാണോ? അല്ല, അവിടെയും വ്യത്യാസമുണ്ട്. മഹാപീഡനത്തിന് മുൻപ് നല്ല പ്രവർത്തികൾ ചെയ്ത് രക്ഷിക്കപ്പെടാത്തവരുണ്ടല്ലോ. ഈ വലത്തുഭാഗത്ത് നിന്നവരെ പോലെ എന്തെങ്കിലും സാധ്യത അവർക്കുണ്ടോ? അതിനെക്കുറിച്ച് എനിക്ക് കമന്റ് ചെയ്യാൻ ഒക്കത്തില്ല. അത് കർത്താവ് മാത്രം, കർത്താവിന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ജീവപുസ്തകത്തിൽ പേരുകൾ ചേർക്കപ്പെടുകയുള്ളൂ. ഒരു കർമ്മമാർഗത്താലും രക്ഷ, പാപമോചനം സാധ്യമല്ല. എന്നാൽ സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരോ, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോ, റോമർ 2 പറയുന്നത് പോലെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുള്ളത് അവരുടെ മനസാക്ഷിയിലൂടെ അവർ ചെയ്താൽ ദൈവം ആ നിലയിൽ അവരെ പരിഗണിക്കും. അതല്ലാതെ നമുക്ക് ആ വിഷയത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പോലും പറയാൻ അവകാശമില്ല. ഏതായാലും കർമ്മമാർഗത്താൽ ആർക്കും രക്ഷ ഇല്ല, പാപമോചനം ലഭ്യമല്ല. ഈ 1,144,000 പേര് മുദ്രയിട്ട് യഹൂദന്മാര് സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കുമല്ലോ. അവരല്ലാതെ യഹൂദന്മാർ ആരെങ്കിലും സഹസ്രാബ്ദത്തിൽ പ്രവേശിക്കുമോ? യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയത്ത്, ഭൂമിയിലേക്കുള്ള യേശുവിന്റെ വരവിൽ, മഹാപീഡന ശേഷം കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ യഹൂദന്മാരും അതിലേക്ക് പ്രവേശിക്കും. പിന്നെ മുദ്രയിടുന്നതിന്റെ പ്രസക്തി എന്തോ? അതിന്റെ പ്രസക്തി എതിർ ക്രിസ്തുവിന്റെ കൈകളിൽ അകപ്പെടാതെ ദൈവം അവരെ സൂക്ഷിച്ചു നിർത്തുന്നു, അവരെ മാറ്റി നിർത്തുന്നു, സുരക്ഷിതരാക്കി വെക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ ഭാഗം നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോക്കാം. 7-ാം അധ്യായത്തിൽ നമ്മളത് അവിടെയാണല്ലോ അത് കാണുന്നത്.
മാസ്റ്ററെ, ഈ വലത്തുഭാഗത്തുള്ള ഒരു കർമ്മമാർഗത്തിലാണല്ലോ നിത്യതയിലോട്ട് പ്രവേശിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നത് അവർ കർമ്മമാർഗത്തിലാണല്ലോ. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ, ഇസ്രായേൽ മക്കള് ഈ കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ ഏത് ഗണത്തിലായിരിക്കും? ഒന്ന്, അവര് കർമ്മമാർഗത്തിൽ അല്ല. അതായത് അവര് രക്ഷിക്കപ്പെടാൻ വേണ്ടിയോ നരകം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയോ ഒന്നുമല്ല ഈ കാര്യങ്ങൾ ചെയ്തത്. ഓരോ കാലഘട്ടത്തിലും രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴികൾ, ദൈവിക നിബന്ധനകൾ വ്യത്യസ്തമാണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇവര് കർമ്മമാർഗത്താൽ അല്ല, അവരങ്ങനെ ഒരു കർമ്മമല്ല, യഹൂദനോടുള്ള അവരുടെ ഇടപെടിയിലാണ്. യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരോട് അവർ ഇടപെട്ടതനുസരിച്ചാണ്, അവരോടുള്ള അവരുടെ അപ്രോച്ചാണ്. അത് രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമായിട്ടല്ല. അതുകൊണ്ട് നമുക്കതിനെ കർമ്മമാർഗമായി, കർമ്മകാണ്ഡമായി സ്വീകരിക്കാൻ പറ്റില്ല. രണ്ട്, ഏത് കാലത്തും ഏതൊരു സമുദായത്തിൽ നിന്നും ഏതൊരു മാനവ സമൂഹത്തിൽ നിന്നും കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ ദൈവസഭയുടെ അംഗമാണ്. പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാവണം വരെ. പെന്തക്കോസ്ത് നാൾ മുതൽ സഭ എടുക്കപ്പെടുന്നത് വരെ ജാതികളിൽ നിന്നാകട്ടെ യഹൂദന്മാരിൽ നിന്നാകട്ടെ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരെയാണ് സഭ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ യഹൂദനെന്നോ ജാതീയനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമുള്ള യാതൊരു ഭാവഭേദങ്ങളുമില്ല. അതുകൊണ്ട് അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട യഹൂദന്മാർ സഭയുടെ ഭാഗമാണ്. എന്നാൽ അത് ഉൽപ്രാവണം വരെ, സഭ എടുക്കപ്പെടുന്നത് വരെ. അതിനുശേഷം സഭ എന്ന സാധ്യത ഇല്ലാത്തത് കൊണ്ട് അവരെ യഹൂദനായിട്ട് തന്നെയാണ്, ഇസ്രായേലിയനായിട്ട് തന്നെയാണ് പിന്നെ ദൈവം കണക്കാക്കുന്നത്. താങ്ക് യു. ദേവാസന വീണ്ടും ഒരു ഡൗട്ട് വന്നു. അതായത് ഈ പറഞ്ഞ വലത്തുള്ളവർക്ക് ഈ 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ളതായ അനുമതിയല്ലേ ഉള്ളൂ, അവർക്ക് ദൈവരാജ്യം അപ്പോഴും സുനിശ്ചിതമല്ലല്ലോ അല്ലേ? അവർക്ക് പിന്നെ അവസരം ഉണ്ടെന്നുള്ളതല്ലോ. അവസരമുണ്ട്. അവര് തന്നെ അത് വേണ്ട എന്ന് വെച്ചാൽ ദൈവ ഉത്തരവാദിയല്ല. സാത്താന്റെ കൂടെ ചേർന്ന് അവർക്ക് വേണമെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള നിത്യത നഷ്ടപ്പെടുത്താം. പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അവർ ഈ സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന അർത്ഥം. സൽപ്രവൃത്തി അല്ല അവിടെ, സൽപ്രവൃത്തികളല്ല. കർത്താവിന്റെ സഹോദരന്മാരോടുള്ള അവരുടെ കഷ്ടതകളിലെ അവരുടെ ഔദാര്യപൂർവമായ സ്നേഹമസൃണമായ സ്വഭാവമാണ്, സൽപ്രവൃത്തികളല്ല. അതിനുവേണ്ടി അവർ യാതൊരു സൽപ്രവൃത്തിയും ചെയ്തില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതമാണത്. ഓക്കെ, അവർക്ക് കൊടുത്ത ഷെൽട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ? അതെ. അവരിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതുകൊണ്ട് ചോദിക്കുന്നത് ഞങ്ങൾ എപ്പോ ഇങ്ങനൊക്കെ ചെയ്തു എന്ന്. അവരിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അത് സ്വാഭാവികമായി അവരിൽ വന്ന ഒരു കാര്യമാണ്. ശരി, എങ്കിൽ നമുക്ക് ആ ഭാഗം അവിടെ ഉപസംഹരിക്കാം.
നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എതിർ ക്രിസ്തുവിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. അതൊന്ന് ക്രോഡീകരിക്കട്ടെ. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് വിവിധ പേരുകൾ നമ്മൾ കണ്ടു. പല പേരുകളിൽ നാം അവനെ കാണുന്നുണ്ട്. അവന്റെ രാഷ്ട്രീയ മുഖവും മതപരമായ മുഖവും അവന്റെ ബൗദ്ധികമായ സാങ്കേതികമായ അവസ്ഥകളുമെല്ലാം തിരുവെഴുത്ത് വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് വെളിപ്പെടുത്തുന്നു. അതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. അതിൽ നാം കണ്ടത് മതപരമായി അവൻ ഒരു യഹൂദനാകാനാണ് സാധ്യത. യഹൂദൻ അല്ലെങ്കിൽ ഒരു കള്ള യഹൂദനെങ്കിലും ആയിരിക്കും. എങ്കിലേ ഇസ്രായേൽ അവനെ കൈക്കൊള്ളുകയുള്ളൂ. അതാകാം ഒരുപക്ഷെ നാം വെളിപ്പാട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിയ 12 ഗോത്രങ്ങൾ അവിടെ എണ്ണപ്പെടുകയും മുദ്രയിടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ദാൻ എന്ന ഗോത്രമില്ല എന്ന് നമ്മൾ ഇതിനു മുമ്പൊരിക്കൽ കണ്ടു. അതുകൊണ്ട് വേദപണ്ഡിതാക്കൾ സംശയിക്കുന്നു, എതിർ ക്രിസ്തു ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് ദാൻ ഗോത്രക്കാരനാകാം, ഇല്ലെങ്കിൽ ഒരു വ്യാജ ദാൻ ഗോത്രക്കാരനാകാം. അതുമല്ലെങ്കിൽ ദാൻ ഗോത്രം അവനെ കണ്ണുമടച്ച് പിന്താങ്ങുന്നുണ്ടാകാം. ഏതായാലും മതപരമായി എതിർ ക്രിസ്തു ഒരു യഹൂദൻ അല്ലെങ്കിൽ കള്ള യഹൂദൻ ആകാനാണ് സാധ്യത. രാഷ്ട്രീയമായി അവൻ ഒരു മുൻപുണ്ടായിരുന്ന 4 സാമ്രാജ്യങ്ങളുടെയും ചേരുവകൾ ഉള്ളവനായിരിക്കും. പ്രത്യേകിച്ച് he will be part of the revived Rome. ഉണർന്നെഴുന്നേൽക്കുന്ന റോമിന്റെ ഭാഗമായിട്ടായിരിക്കും എതിർ ക്രിസ്തു രാഷ്ട്രീയമായി രംഗപ്രവേശം ചെയ്യുന്നത്. ആ റോം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ റോം ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ആ റോം എന്ന് പറയുന്നത് അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗ്രീസ് ആയിരുന്നു. ആ ഗ്രീസ് അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന മേദ്യ പേർഷ്യയായിരുന്നു. മേദ്യ പേർഷ്യ അവർക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന ബാബിലോൺ ആയിരുന്നു. ബാബിലോൺ അവർക്ക് തൊട്ടു മുമ്പുണ്ടായിരുന്ന അശൂരായിരുന്നു. അശൂർ എന്ന് പറയുന്നതും അതിന് തൊട്ടു മുമ്പ് ലോകം ഭരിച്ച മിസ്രയീമായിരുന്നു. അതുകൊണ്ട് മിസ്രയീം എന്ന് പറഞ്ഞാലും അഥവാ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാലും അസീറിയ എന്ന് പറഞ്ഞാലും ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെ. കാരണം ഓരോ സമയത്തും മാറി മാറി വന്നപ്പോൾ അവരുടെ സ്ഥലവും ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളുമെല്ലാം ഒന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് NDA വന്നാലും UPA വന്നാലും ഇന്ത്യ സഖ്യം വന്നാലും സർക്കാരിന്റെ പേര് മാറുന്നു എന്നേ ഉള്ളൂ. സ്ഥലവും ഭൂമിശാസ്ത്രപരമായ ഇടങ്ങളും അത് തന്നെ, മാറ്റമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടല്ലോ അത്? അപ്പോൾ എതിർ ക്രിസ്തു മതപരമായി ഒരു യഹൂദനാകാം, രാഷ്ട്രീയമായിട്ട് പുനരുദ്ധരിക്കപ്പെടുന്ന റോമിന്റെ ഭാഗമാകാം. അതാണ് നാം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ കാണുന്നത്. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ ബിംബം, ആ ബിംബത്തിന് 4 ഭാഗങ്ങൾ, തല, നെഞ്ചും കൈകളും വയറും അരയും പിന്നെ കാലുകൾ.
തല ബാബിലോണിനെ കുറിക്കുന്നു, നെഞ്ചും കൈകളും മേദ്യ പേർഷ്യയെ കാണിക്കുന്നു, അരയും വയറും ഗ്രീസിനെ കാണിക്കുന്നു, കാല് റോമിനെ. എന്നിട്ട് ആ റോമിന്റെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ റോം കാലുകളാണ്. ആ കാലുകൾ ഇരുമ്പിന്റെ കാലുകളാണ്. അപ്പൊ റോമിന്റെ ശക്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഇരുമ്പ് പോലെ, ഉരുക്ക് പോലെ കരുത്തുള്ള സാമ്രാജ്യമായിരുന്നു റോമിൻ്റെത്. എന്നിട്ട് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാൽപാദങ്ങളും വിരലുകളും കളിമണ്ണും ഇരുമ്പും കൂടെ കൂടിക്കലർന്നതാണ്. ഏതാണ്ട് ഇന്നത്തെ ഒരു സഖ്യ സർക്കാരുകൾ അതിനെ ജനായത്ത ഭരണം, ഡെമോക്രാറ്റിക്കൽ റൂൾ, ഡെമോക്രസി എന്നൊക്കെ വിളിക്കാം. ഇന്നത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ 2-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ പറയുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് എന്ത് ചെയ്യുമെന്നാണ്? സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. സ്തോത്രം. ഈ രാജാക്കന്മാരുടെ കാലത്ത്. അപ്പോൾ 2-ാം അധ്യായം ദാനിയേൽ പ്രവചനം അനുസരിച്ച് യേശുക്രിസ്തു ഭരണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള സാമ്രാജ്യം ആരുടെ സാമ്രാജ്യമായിരിക്കും? റോമിന്റെ സാമ്രാജ്യം. അതേ വിഷയം നമ്മൾ 7-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ദാനിയേൽ 7:7. ഡാനിയേൽ 7:7. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. 2-ാം അധ്യായത്തിലെ സ്വപ്നം ജാതീയ രാജാവായ നെബൂഖദ്നേസറിന് ദൈവം കൊടുത്തതായിരുന്നെങ്കിൽ 7-ാം അധ്യായത്തിൽ അതിന് തത്തുല്യമായ ഒരു ദർശനം തന്റെ ദാസനായ ദാനിയേലിന് ദൈവം കൊടുക്കുന്നു. 7:7 നമ്മൾ വായിച്ചു, 4-മതൊരു മൃഗം. 2-ാം അധ്യായത്തിലെ ബിംബത്തിന് 4 ഭാഗങ്ങൾ: തല, നെഞ്ച്, കൈകൾ, അരവയറ്, കാല്, 4 ഭാഗങ്ങൾ. ഇതേപോലെ ദാനിയേൽ 7-ാം അധ്യായത്തിലെ ദർശനത്തിൽ 4 മഹാമൃഗങ്ങൾ. ഒന്നാമത്തേത് സിംഹത്തിന് തുല്യം, 2-ാമത്തേത് കരടിക്ക് തുല്യം, 3-ാമത്തേത് പുള്ളിപ്പുലിക്ക് തുല്യം. ഈ 3 തുല്യം ചൊല്ലാൻ ദാനിയേലിന് സാധിച്ചെങ്കിലും 4-ാമത്തെ മൃഗത്തെ തുല്യം ചൊല്ലാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു മൃഗത്തെ ദാനിയേൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മൃഗം ഭൂമിയിൽ ഇല്ല. അതുകൊണ്ടാണ് അതിന് പേരും താരതമ്യമൊന്നും പറയാതിരുന്നത്. ഒരു മഹാമൃഗം, ഭീകരമൃഗം, ഒത്തിരി ശക്തിയുള്ള മൃഗം. അതിനെന്തുണ്ട്? ഇരുമ്പ് പല്ല്. ദാനിയേൽ 2-ാം അധ്യായത്തിലെ ആ ബിംബത്തിന്റെ കാലുകൾ, റോമിനെ പ്രതിനിധീകരിക്കുന്ന കാലുകൾ ഏത് ലോഹം കൊണ്ടായിരുന്നു? ഇരുമ്പ്. അതുപോലെ തന്നെ ഈ 4-ാം മൃഗത്തിന്റെ പല്ലുകളും ഇരുമ്പ് കൊണ്ട് തന്നെ. 2-ാം അധ്യായത്തിലെ ബിംബത്തിന്
കാൽപാദങ്ങളിൽ 10 വിരലുകൾ. തത്തുല്യമായി 7-ാം അധ്യായത്തിലെ റോമിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന മഹാമൃഗത്തിന് കൊമ്പുകൾ 10. അപ്പൊ രണ്ടും തുല്യമാണ്. എന്നിട്ട് നാം അവിടെ കാണുന്നത് അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. 7:8. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറിഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായു ഉണ്ടായിരുന്നു. പത്ത് കൊമ്പുകൾ, അതിനിടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. 10 രാജാക്കന്മാർ. കൊമ്പുകൾ രാജാക്കന്മാരെ കാണിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു കൊച്ചു കൊമ്പ്, അപ്രധാനിയായ ഒരു വ്യക്തി, അതുവരെ പിക്ചറിലില്ലാത്ത, അതുവരെ വേദിയിലില്ലാത്ത, ചിന്തകളിലില്ലാത്ത ഒരു സാധാരണക്കാരൻ. ഒരു ചെറിയ തുടക്കം. ഒരാൾ വരുന്നു. അവൻ വന്നിട്ട് മുമ്പുണ്ടായിരുന്ന 3 രാജാക്കന്മാരെ വീഴിച്ചു കളയുന്നു. ഒരുപക്ഷെ അവർ മൂവരും കൂടെ ഇദ്ദേഹത്തിന് അവസരം കൊടുത്തതാകാം. പക്ഷെ ആ കൊച്ചു കൊമ്പിന് എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്റെ കണ്ണുപോലത്തെ കണ്ണ്, വമ്പു പറയുന്ന വായ. അപ്പൊ ആ കൊമ്പ് വെറും ഒരു കൊമ്പല്ല, സംസാരിക്കുന്ന ഒരു മനുഷ്യനായിട്ടത് മാറുകയാണ്. അതിനെപ്പറ്റി 20-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, അതിന്റെ അർത്ഥം അറിയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ട് 21-ാമത്തെ വാക്യത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. 21-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 7:21 ഡാനിയേൽ. വയോധികനായ വായിച്ചു സിസ്റ്റർ. വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നാം കാണുന്നത് വയോധികനായവൻ, ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവൻ, നമ്മുടെ ദൈവത്തെയാണ് കാണിക്കുന്നത്. ദൈവാധിപത്യം വരുമെന്ന് അവിടെ പ്രവചിച്ചു പറയുക. പക്ഷെ ആ സമയം വരെ ഈ കൊച്ചു കൊമ്പ് ദൈവത്തിന്റെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ അവൻ അനുവാദം കൊടുത്തു. അവിടെ പറയുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാർ എന്നത് സഭയല്ല, ഇസ്രായേൽ സഭയാണ്. ഇസ്രായേലാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ 7-ാം അധ്യായം അനുസരിച്ച് എതിർ ക്രിസ്തു ഉത്ഭവിക്കുന്നതും എവിടെ നിന്നാണ്? റോമിൽ നിന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് രാഷ്ട്രീയമായി അവൻ ഒരു പുനരുദ്ധരിക്കപ്പെടുന്ന റോമിന്റെ ഭാഗമാകാം. അത് തന്നെയാണ് നാം കഴിഞ്ഞ ദിവസം വെളിപ്പാട് 17-ാം അധ്യായത്തിൽ കണ്ടത്. 7 തലകൾ ഉള്ള ഒരു മൃഗം. 13-ാം അധ്യായത്തിലും ഉണ്ട് 7 തലകൾ. ആ 7 തലകളുടെ അർത്ഥം നമ്മൾ കാണുകയുണ്ടായി. 7 മലകളാണ്. ആ 7 മലകളിൽ മേൽ ഇരിക്കുന്ന പട്ടണം, അത് റോം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ രാഷ്ട്രീയത
എന്ന് പറയുന്നത് പുനരുദ്ധരിക്കപ്പെടുന്ന റോമിന്റെ ഭാഗമാണത്. വ്യത്യാസം ഒന്നുമില്ല. പഴയ റോമിന്റെ അവസ്ഥകൾ ഇനിയും ഒന്ന് പുനരുദ്ധരിക്കപ്പെടും. AD 364 AD 364 റോമൻ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു പശ്ചിമ പൂർവ റോമുകളായിട്ട്. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റോം എന്ന നിലയിൽ 364 AD 364 റോമ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിൽ ഇന്നും ആ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്. വെസ്റ്റേൺ റോം, പശ്ചിമ റോമിന്റെ, പടിഞ്ഞാറുള്ള റോമിന്റെ ഭാഗമാണ് ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയുള്ള രാജ്യങ്ങൾ. ഗ്രേറ്റ് ബ്രിട്ടൻ ഉൾപ്പെടെ, ഓസ്ട്രിയ ഉൾപ്പെടെ ഉള്ള രാഷ്ട്രങ്ങളൊക്കെ ഈ വെസ്റ്റേൺ റോമിന്റെ ഭാഗം. റോം എന്ന പേരിൽ പഴയ പ്രതാപത്തോടെ റോം ഇന്നില്ലെങ്കിലും ഇന്നും റോം ഉണ്ട്. AD 364 ശേഷവും വിഭജനത്തിന് ശേഷവും. അതുപോലെ ഈസ്റ്റേൺ റോമിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഗ്രീസും ഈജിപ്തും സിറിയയും തുർക്കിയും ബൾഗേറിയയും തുടങ്ങിയുള്ള രാഷ്ട്രങ്ങൾ. വെസ്റ്റേൺ റോമിന്റെ ഭാഗമാണ്, പടിഞ്ഞാറേ റോമിന്റെ ഭാഗമാണ് ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി, അതുപോലെ ഓസ്ട്രിയ, ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയവ. പൂർവ റോമിന്റെ, കിഴക്കൻ റോമിന്റെ, ഈസ്റ്റേൺ റോമിന്റെ ഭാഗമാണ് ഗ്രീസും ഈജിപ്തും സിറിയയും തുർക്കിയും ബൾഗേറിയയും. അപ്പൊ ഈ നിലകളിൽ ഇന്നും റോമുണ്ട്. കൂടാതെ ഇന്ന് ലോകത്തുള്ള മിക്ക പട്ടാള രീതികളും, മിലിറ്ററി ഡിസിപ്ലിൻ എന്ന് പറയുന്നതും റോമിൻ്റെതാണ്. പല സിവിൽ നിയമങ്ങളും റോമിൻ്റെതാണ്. അപ്പൊ ആ നിലകളിലും റോം ഇന്നും നിലനിൽക്കുന്നു. എന്നുവരെ നിലനിൽക്കും? യേശുക്രിസ്തു ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത് വരെ. അപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭരണാധികാരിയായിട്ടാണ് ആര് പ്രത്യക്ഷപ്പെടുക? എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു. അപ്പോൾ മതപരമായിട്ട് അവന്റെ ഒരു ചിത്രം, രാഷ്ട്രീയമായ അവന്റെ ഒരു ചിത്രം, പിന്നെ അവന്റെ സാങ്കേതികമായ അവസ്ഥ നമ്മൾ കണ്ടു. ഹി വിൽ ബി എ ഹൈ-ഫൈ ടെക്കി. ഭയങ്കര സാങ്കേതിക വിദഗ്ധനായിരിക്കും അവൻ. ഇന്നലെയും നമ്മൾ അതേക്കുറിച്ച് കാണുകയുണ്ടായല്ലോ. വളരെ വലിയ സാങ്കേതിക വിദ്യകൾ, ഇന്ന് സാങ്കേതിക വിദ്യകളുടെ കുതിച്ചുകയറ്റം എതിർ ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നതിന്റെ ഭാഗമാണ്. അപ്പോൾ അവൻ അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ ഏറെ പ്രാപ്തനായ ഒരു സാങ്കേതിക വിദഗ്ധനായിരിക്കും. അവനൊരു ഡിപ്ലോമാറ്റ് ആയിരിക്കും, നമ്മളത് കണ്ടു. ഒരു നയതന്ത്രജ്ഞനായിരിക്കും. വിശ്വാസപരമായി അവനൊരു നിരീശ്വരവാദിയായിരിക്കും. വിശ്വാസപരമായി അവനൊരു നിരീശ്വരനായിരിക്കും. നാം അത് 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും കാണുകയുണ്ടായി. ഈ നിലകളിൽ എതിർ ക്രിസ്തുവിന്റെ ഒരു വിവിഡ് പിക്ചർ, ഒരു ചിത്രം നമുക്ക് പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി.
ദാനിയേൽ പ്രവചനത്തിലും നാം അതേപ്പറ്റി കാണുന്നുണ്ട്. പതിനൊന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ 35, 36 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. ദാനിയേൽ. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിനും ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിന് നേരെ അപൂർവകാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അടുത്ത വാക്യം കൂടെ 37. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കിയാൽ തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയില്ല. താഴോട്ടുള്ള വാക്യങ്ങളിലും ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാം. ഇവൻ യാതൊരു ദേവനെയും കൂട്ടാക്കാത്തവൻ. അവനൊരു നിരീശ്വരവാദിയായിരിക്കും എന്നുള്ളതിന് ഒരു തെളിവ് ഇവിടെ തന്നേ ഉള്ളൂ. പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ പറയുന്ന അതേ വിഷയത്തെ ദാനിയേലും ഇവിടെ പറയുന്നു. അവൻ ഒരു ദൈവത്തെയും കൂട്ടാക്കാത്തവൻ. അവൻ വളരെ നിരീശ്വരനായ വ്യക്തിയായിരിക്കും. അപ്പോൾ വിശ്വാസപരമായി മതം യഹൂദമതത്തിന്റെ പിന്താങ്ങലിലാണെങ്കിലും വിശ്വാസപരമായി അവൻ നിരീശ്വരനായിരിക്കുമെന്ന് നമ്മൾ കാണുന്നു. നിരീശ്വരനായിരിക്കും. അപ്പോൾ ഈ നിലകളിൽ നമുക്ക് എതിർക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ആ ഒരു രംഗപ്രവേശമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ കണ്ടത്. എതിർക്രിസ്തുവിനെ ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുവാൻ അനുവദിക്കുന്നത് ആര് തന്നെയാണ്? കുഞ്ഞാട്, ദൈവം. കുഞ്ഞാട് തന്നെ, അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അവന്റെ ഇഷ്ടത്തിന് വരികയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ പിശാച് അവനെ ഇവിടെ കൊണ്ടുവരികയല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പദപ്രയോഗം നിങ്ങൾ ഓർക്കുന്നോന്ന് എനിക്കറിയില്ല. ദൈവത്തിന്റെ അനാദി നിർണയങ്ങളുടെ പൂർത്തീകരണത്തിന് ഉതകുന്ന ഒരു സർക്കാർ ഉണ്ടാകണമെന്ന്. ദൈവത്തിന്റെ അനാദി നിർണയങ്ങളുടെ പൂർത്തീകരണത്തിനുതകുന്ന ഒരു സർക്കാർ. അപ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയങ്ങളുണ്ട്, അതിന് മാറ്റമില്ല. ആ അനാദി നിർണയത്തിന്റെ പൂർത്തീകരണത്തിനായി ദൈവം സാത്താനെ പോലും ഉപയോഗിക്കും. അതുകൊണ്ട് ദൈവം ഉപയോഗിച്ചു എന്നതിനാൽ കോളർ പിടിക്കാനൊന്നും ആർക്കും അനുവാദമില്ല. ദൈവം ആരെ വേണമെങ്കിലും എന്തിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ജീവൻ ഇല്ലാത്ത വസ്തുക്കൾ, ആത്മാവില്ലാത്ത ജീവികൾ തുടങ്ങി സാത്താൻ വരെയുള്ള കാര്യങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് 5 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയോ അതിനങ്ങേ ആഴ്ചയോ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എതിർക്രിസ്തുവിനെ
രംഗത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അതായത് കർത്താവിന്റെ അനുവാദത്തോടു കൂടെയാണ്. അതുകൊണ്ട് അത് സംഭവിക്കരുത് എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല ഇത്. ദൈവത്തിന്റെ അനാദി നിർണയങ്ങൾക്ക് പ്രാർത്ഥനയാൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ ഇറ്റേണൽ പർപ്പസസ്, അനാദി നിർണയങ്ങൾക്ക് പ്രാർത്ഥനയാൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയാറുള്ളത്. ഇനി ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാതെ പോയാൽ നമ്മുടെ ഇഷ്ടമൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചതുപോലെ ആത്മാർത്ഥമായി പറഞ്ഞേക്കണം, കർത്താവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം ഈ വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ അനാദി നിർണയത്തെ സരളമായി നിവർത്തിച്ചെടുക്കാൻ യേശുക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുമ്പ് ലോകം മുഴുവനും ഒരു ഗ്ലോബൽ വില്ലേജ് ആയേ പറ്റൂ. ഒരു ആഗോള ഗ്രാമമായി ലോകം മാറിയേ പറ്റൂ. അതിന് വൺ വേൾഡ് ഓർഡർ, ഏക ലോക ഭരണം സ്ഥാപിതമായെങ്കിലേ പറ്റൂ. ഇന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ. കൊറോണ സമയങ്ങളിൽ എത്രയോ പേരാണ്, എത്രയോ രാഷ്ട്രത്തലവന്മാരാണ് ആവശ്യപ്പെട്ടത്, നമുക്ക് ലോകത്തിന് മുഴുവനും കൂടെ ഒറ്റ ആരോഗ്യ വ്യവസ്ഥിതി വേണമെന്ന്. ഇപ്പൊ ഓരോ രാഷ്ട്രങ്ങൾക്കും അവരവരുടെ വ്യവസ്ഥതകളാണുള്ളത്. അതുപോലെ ഒറ്റ കറൻസി ലോകം മുഴുവനും, ഒറ്റ ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇനി ജോലിയുടെ ലൈസൻസ് ആയാലും ലോകം മുഴുവനും ഒറ്റ ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമമായി മാറുമ്പോൾ ഓരോ രാജ്യത്തും ഓരോ ഭാഷക്കാർക്കും ഓരോ നിയമങ്ങളല്ല, എല്ലാവർക്കും ഒരേ നിയമം. യേശുക്രിസ്തു എന്ന ഏക ഭരണകർത്താവ് മുഴു ലോകത്തെയും ഭരിക്കുന്നതിന് തൊട്ടു മുമ്പ് ശരീരത്തിൽ ഈ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യരെ മുഴുവനും ഏക ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരിക എന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് കുഞ്ഞാട് മുദ്രകളിൽ ഒന്നാമത്തേത് പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരയും അതിൻ്റെ പുറത്തിരിക്കുന്ന ഒരുവനും പ്രത്യക്ഷപ്പെടുന്നത്. അവൻ എതിർ ക്രിസ്തുവാണെന്ന് നമ്മൾ കണ്ടു. അവൻ വന്നേ പറ്റൂ, ദൈവം അവനെ കൊണ്ടുവരും. എന്തുകൊണ്ടാ ദൈവം അത് അനുവദിക്കുന്നത്? ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി നിവർത്തിച്ചെടുക്കുക. ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതിയുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്താണ് അതില്? പാപത്തിന്റെ പെരുപ്പം. പാപത്തിന്റെ പെരുപ്പം. അത് ഏത് പാപത്തിൽ തുടങ്ങുന്നതാണത്? എന്തോ കിട്ടിയില്ല. വിശ്വാസത്തിൽ അല്ല,
വിശ്വാസ നിഷേധം ഉണ്ട്. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അത് പറയാൻ പറ്റും. ദൈവനിഷേധം, ദൈവത്തിന് അല്ല, ക്രിസ്തു നിഷേധമാണത്. യേശു ക്രിസ്തു തന്നെ യഹൂദന്മാരോട് പറഞ്ഞ കാര്യം നമ്മൾ ഇന്നലെ താരതമ്യ പഠനത്തിൽ കണ്ടു. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. എന്നാൽ വേറെ ഒരുത്തൻ എങ്ങനെ വരും? സ്വന്തം നാമത്തിൽ വരും. സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ കൈക്കൊള്ളും. അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനത്തെ ഒരു പദ്ധതി ക്രമീകരിച്ചത്? അതിനുള്ള പ്രധാന കാരണം യേശു ക്രിസ്തുവിനെ യഹൂദൻ കൈക്കൊണ്ടില്ലെന്നുള്ളത് തന്നെയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല, ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ല, അവന്റെ നാമത്തിൽ വിശ്വസിച്ചില്ല. നാമത്തിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് 2 തെസ്സലോനിക്കർ 2:8 മുതൽ വായിക്കുന്നത് പോലെ ഭോഷ്ക് വിശ്വസിക്കുമാറ് ദൈവം ഒരു ആത്മാവിനെ അയക്കുന്നു. അടിസ്ഥാനപരമായി എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാനുള്ള കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരസ്കരണമാണ്. യേശുവിനെ വിശേഷിച്ച് യഹൂദന്മാർ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, കൈക്കൊണ്ടില്ല. നമ്മള് വായിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, 2 തെസ്സലോനിക്കർ 2:9 മുതൽക്കുള്ള വാക്യങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ ഒന്നും കൂടെ അത് വായിച്ചാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ അവിടെയാണ് എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടിനുള്ള കാരണം പറയുന്നത്. കാരണം എന്താണ്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം. ബാക്കി വായിച്ചു. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. കണ്ടോ? അതാണ് കാരണം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചില്ല, വിശ്വസിച്ചില്ല, കൈക്കൊണ്ടില്ല. പിന്നെ അടുത്തത്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. കണ്ടോ? ദൈവം തന്നെയാണ് ഇത് അനുവദിക്കുന്നത്. കാര്യം എന്താ? സത്യം വിശ്വസിച്ചില്ലെങ്കിൽ എന്നാ പിന്നെ ഭോഷ്ക് വിശ്വസിച്ചു. അത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. യഹൂദന്മാർ വിഗ്രഹാരാധികളായി മാറിയപ്പോൾ ധാരാളം പ്രവാചകന്മാരെ ദൈവം അയച്ച് മാനസാന്തരത്തിനുള്ള സന്ദേശം കൊടുത്തു. അവര് മാനസാന്തരപ്പെട്ടില്ല. ദൈവം കൊടുത്ത സമയം കഴിഞ്ഞിട്ടും അവർ മാനസാന്തരപ്പെടാഞ്ഞപ്പോ ദൈവം പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ നിങ്ങളെ വിഗ്രഹാരാധനയുടെ തലസ്ഥാനത്തേക്ക് വിട്ടേക്കാം. വിഗ്രഹാരാധനയുടെ തലസ്ഥാനം ബാബിലോണിലേക്ക് വിട്ടു. ഉൽപ്പത്തി 10-ാം അധ്യായം മുതൽ വിഗ്രഹാരാധനയുടെ തുടക്കം അവിടെയാ. ശിനാർ മരുഭൂമിയിലെ ബാബേൽ ഗോപുരം നമുക്കറിയാം. നിമ്രോദിന്റെ ഭാര്യയും നിമ്രോദിന്റെ ഭാര്യയുടെ മോനും, നിമ്രോദിന്റെ മോനല്ല, നിമ്രോദിന്റെ ഭാര്യയുടെ മകൻ
നിമ്രോദ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയിലുണ്ടായ അവിഹിത ബന്ധത്തിലെ പുത്രനാണ്. അവന്റെ പേരാണ് അക്കാലത്ത് ജനമിട്ട് വിളിച്ചത് തമ്മൂസ്. അതിനെയാണ് യഹസ്കേൽ പ്രവാചകൻ പറഞ്ഞത്, ദാ കണ്ടോ തിരുക്കുടുംബമെന്നും പറഞ്ഞ് കാണുന്നില്ലേ നമ്മുടെക്കിടയിലെ ഈശോ, മറിയം, ഔസേപ്പ് എന്ന് പറയുന്ന ഒരു തിരുക്കുടുംബം. അത് യേശുക്രിസ്തു ആണെന്നാണ് പാപം നമ്മുടെ ആൾക്കാരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതല്ല. അത് തുടങ്ങിയത് ഉൽപ്പത്തി 10 നിമ്രോദിന്റെ മരണശേഷം നിമ്രോദിന്റെ ഭാര്യ വഴിപിഴച്ച രീതിയിൽ അമ്മയായി. അവൾ തന്റെ പാപം മറച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു, ആ കുട്ടി അവിഹിത ബന്ധത്തിൽ പിറന്നതല്ല, സാക്ഷാൽ എന്റെ ഭർത്താവും നിങ്ങളുടെ ദൈവവുമായ നിമ്രോദിന്റെ കുട്ടിയാണ്. എങ്ങനെ? നിമ്രോദ് ശരീരത്തിൽ മരിച്ചു എന്നേ ഉള്ളൂ. ആ നിമ്രോദ് നിങ്ങൾക്ക് വേണ്ടി എന്റെ ഉദരത്തിൽ വീണ്ടും അവതരിച്ചതാണ്. പാവങ്ങൾ വിശ്വസിച്ചു. നിമ്രോദിന്റെ അവതാരമായിട്ടാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ആ കുടുംബം, നിമ്രോദും ഭാര്യയും കുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത്, അല്ലെങ്കിൽ യോസോഫിനെയും മറിയയെയും യേശുവിനെയും കൂടെ കാണിക്കാൻ വേണ്ടി ക്രൈസ്തവ ലോകം ഉപയോഗിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, അത് തിരുക്കുടുംബമൊന്നുമല്ല. സംഭവം ഇങ്ങനെയാ. അപ്പോൾ അവിടെ മുതലേ എന്ത് തുടങ്ങി? വിഗ്രഹാരാധന. ആ വിഗ്രഹാരാധനയുടെ ഗോഡ് ഫാദർ, തലത്തൊട്ടപ്പൻ ബാബിലോൺ, ക്യാപിറ്റൽ, തലസ്ഥാനം ബാബിലോൺ. മാനസാന്തരപ്പെടാതിരുന്ന ജനത്തെ വിഗ്രഹാരാധനയുടെ തലസ്ഥാന നഗരിയിലേക്ക് അയച്ചു. ഇവിടെയും അതുപോലെ തന്നെ എത്രയോ നൂറ്റാണ്ടുകളായി സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, യഹൂദനോടും യഹൂദേതരനോടും. പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ, സാക്ഷാൽ സത്യമായ യേശുവിൽ വിശ്വസിക്കുവാൻ ജനത്തിന് മനസ്സില്ല. അതുകൊണ്ട് ദൈവം തന്റെ ക്രോധത്തിൽ എന്ത് ചെയ്യുന്നു? ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അങ്ങനെയാണ് എതിർക്രിസ്തുവിനെ രംഗപ്രവേശം ചെയ്യുവാൻ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിച്ചത്. അപ്പോൾ തന്നെ അവനെ തടയാതിരുന്നതും ഈ ഉദ്ദേശത്തോടു കൂടെയാണ്. ഇത്രയും വ്യക്തമായോ? എന്നാൽ നമുക്ക് ദൈവം ഭാഗ്യം നൽകി നമ്മുടെ ആയുഷ്കാലത്ത് സത്യത്തെ വിശ്വസിക്കുവാൻ, സത്യമായ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ. സ്തോത്രം. അതുകൊണ്ട് ഈ വലിയ ശിക്ഷാവിധിയിൽ നിന്നും നാം രക്ഷപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരുമായി കർത്താവാം കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ടവർ, കല്യാണം ഉണ്ണാൻ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെന്ന്. സ്തോത്രം. നമ്മളെ വിളിച്ചത് കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? മണവാട്ടിയായിട്ട്. പ്രൈസ് ഗോഡ്. പണ്ടൊരിക്കൽ കല്യാണത്തെ കുറിച്ച് ഒരാള് എഴുതിയത് ഞാൻ വായിച്ചു. മാരേജ്, കല്യാണം, വിവാഹം എന്ന് പറഞ്ഞാൽ മണവാളനും മണവാട്ടിയും ആകെ 2 പേരൊഴികെ ബാക്കി എല്ലാവരും തിന്നാൻ വേണ്ടി കൂടി വന്ന് തിന്നുകുടിച്ച് ഉല്ലസിച്ച് പോകുന്ന ഒരു സംരംഭമാണ്. എല്ലാവരും കല്യാണത്തിന് പോകുന്നത് എന്തിനാ?
കല്യാണം ഉണ്ണാൻ പോവുകയാണെന്നല്ലേ പറയുന്നേ. എന്നാൽ രണ്ടു പേരെ കാണത്തുള്ളൂ അന്ന് ഉണ്ണാൻ വരാത്തവര്. ഉണ്ണാനായിട്ടല്ല അവര് വന്നത്, രണ്ടു പേർ, പെണ്ണും ചെറുക്കനേ ഉള്ളൂ, മണവാളനും മണവാട്ടി. എന്നതുപോലെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെങ്കിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിലെ മണവാട്ടികളായ നാം എത്രയോ ഭാഗ്യമുള്ളവർ. അത് അയവിറക്കി കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.